നമസ്കാരം, വിനോദാണ്. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് പെരിയാറിൻ്റെ തീരത്ത് ചേലാമറ്റം എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. അവിടെ വളരെയധികം ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. ദക്ഷിണകാശി എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. എൻ്റെ ഭാര്യ രാധികയുടെ അമ്മയുടെ 21ാം ആണ്ടാണിന്ന്. അപ്പോൾ പിതൃതർപ്പണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്, ആണ്ടുബലി ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഇന്ന് എത്തിച്ചേർന്നത്. പെരിയാറിൻ്റെ തീരത്താണ് ബലി ഇടുന്നതിനുള്ള ശാന്തിമാരും അതിനുള്ള സംഭവമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് 2 ദിവസമായിട്ട് പെയ്ത അതിഭയങ്കരമായ മഴയുടെ ഭാഗമായിട്ട് പെരിയാറിൻ്റെ തീരത്ത് ഈ ആണ്ടുബലി ശ്രാദ്ധങ്ങളൊക്കെ നടത്തിയിരുന്ന സ്ഥലമെല്ലാം വെള്ളം കയറി ചെളി നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് ശാന്തിമാരും അവരുടെ സന്നാഹങ്ങളുമെല്ലാം ഇപ്പോൾ കണ്ട ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ടൈലൊക്കെ പതിച്ച സ്ഥലത്താണ്. എന്താണെങ്കിലും വന്ന സ്ഥിതിക്ക് നമുക്ക് താഴേക്കൊന്ന് ഇറങ്ങി പോകാം. പെരിയാറിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നും ഒക്കെ നോക്കാം. ഈ കാണുന്നതാണ് കർക്കിടവാവിനോടനുബന്ധിച്ച് ബലി ഇടുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള സന്നാഹങ്ങളായിരുന്നു അതൊക്കെ. ഈ കാണുന്നതാണ് പെരിയാറ്. ഈ കാണുന്നതൊക്കെ അസ്ഥികൾ ഒഴുക്കുന്നതിന് കൊണ്ടുവന്ന കുടങ്ങളൊക്കെ ഉടച്ചിട്ടിരിക്കുന്നതാണ്. ഇവിടെയാണ് അസ്ഥികൾ നിമജ്ജനം ചെയ്യേണ്ട ചെയ്യുന്ന ഭാഗം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ പെരിയാറിനെ ദൂരെ കാണാം. ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ പിതൃതർപ്പണം ചെയ്ത് മുങ്ങി കയറേണ്ടത്. ദൂരെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോകുന്ന ഒരു വിമാനം പോകുന്നു. ഈ ചെളിയിലൂടെ നമുക്കൊന്ന് നടന്നു നോക്കാം. നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. 2 വള്ളങ്ങൾ കിടക്കുന്നു പെരിയാറിൻ്റെ തീരത്ത്. ഇതാണ് പടവുകൾ. ഈ പടവുകളിലെല്ലാം ചെളി നിറഞ്ഞൊക്കെയാണ്. ഈ ഷെഡിൻ്റെ ഉള്ളിലെല്ലാം ഇവിടെയെല്ലാം കർക്കിടവാവിന് ജനം നിറഞ്ഞ് ജനസമുദ്രമായി മാറിയ സ്ഥലമാണ്. അവിടെയെല്ലാം ഇപ്പോൾ ഇതുപോലെ ചെളി നിറഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് ഈ പടവുകൾ കയറി മുകളിലേക്ക് പോകാം. ഞങ്ങൾ സാധാരണ വരുമ്പോൾ അവിടെ അശോകൻ ശാന്തി എന്ന് പറയുന്ന ആ ഒരു ശാന്തിയാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് പിതൃതർപ്പണത്തിന് സഹായിക്കുന്നത്. പിതൃതർപ്പണത്തിന് പൂജയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരും മുങ്ങുന്നതിന് വേണ്ടി പോകുന്നു. രാധിക അശോകൻ ശാന്തിയുടെ അടുത്തിരുന്നു. വേറെ കൂട്ടത്തിൽ 1-2 പേരും കൂടെ ഉണ്ട്. പിതൃപൂജയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. പിതൃപൂജ ഇവിടെ ചെയ്യുന്നതിന് ഒരു പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഡീറ്റി അല്ലെങ്കിൽ ഇവിടുത്തെ മൂർത്തി ശ്രീകൃഷ്ണൻ, അദ്ദേഹം യമലോകത്ത് പോയി ഗുരുദക്ഷിണയായി സന്ദീപനി മഹർഷിക്ക് അദ്ദേഹത്തിൻ്റെ പുത്രനെ തിരിച്ചു കൊണ്ടുവന്ന രൂപത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിനെ ദക്ഷിണകാശി എന്നും വിളിക്കുന്നത്. പിണ്ടമൊക്കെ പെരിയാറിൽ സമർപ്പിച്ച് നമുക്ക് ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോകാം. ചേലാമറ്റത്തപ്പനെ കണ്ട് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു വേണം നമുക്ക് തിരിച്ചു പോകാനായിട്ട്. ചേലാമറ്റം ക്ഷേത്രത്തിൽ 3 മൂർത്തികളാണ്. വിഷ്ണുവിൻ്റെ 3 അവതാരങ്ങളുണ്ട്. ശ്രീകൃഷ്ണനും നരസിംഹവും, കുറച്ച് അടുത്ത് മാറി വാമനമൂർത്തിയുടെ ക്ഷേത്രവും, ഇങ്ങനെ 3 മൂർത്തികളുമുള്ള ഒരു സ്ഥലമാണ് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇത് സർപ്പത്തിൻ്റെ കാവാണ്. നമ്മൾ വന്ന് അയ്യപ്പനെയൊക്കെ തൊഴുത് ക്ഷേത്രം വലം വെച്ച് വരികയാണ്. ചേലാമറ്റം ക്ഷേത്രത്തിൽ നരസിംഹസ്വാമിയുടെ വിഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോലും ആദ്യകാലത്ത്. അങ്ങനെ ഒരു കാലത്ത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഒരു വലിയ മഴക്കാലത്ത് ഇതുപോലെ പെരിയാറിൽ വെള്ളം പൊങ്ങിയ സമയത്ത് ഒരു പെട്ടിയിൽ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം കിട്ടിയെന്നും
അത് വെളിയങ്കോൽ മനയിലെ തിരുമേനിമാർ ആ ശ്രീകൃഷ്ണ വിഗ്രഹത്തെ ഇവിടെ നരസിംഹസ്വാമിക്ക് തൊട്ടടുത്തായി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു എന്നുമാണ് പറയപ്പെടുന്നത്. പിതൃനമസ്കാരത്തിനുള്ള ചീട്ടുകളൊക്കെ കൊടുത്ത് അർച്ചനയൊക്കെ കൊടുത്ത് ഞങ്ങൾ മഞ്ചാടിക്കുരുവൊക്കെ വാരി അർച്ചനയൊക്കെ വാങ്ങി നരസിംഹസ്വാമിയെ തൊഴുത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്ത് എല്ലാ മതിലുകളിലും എല്ലാ ഭിത്തികളിലും ദശാവതാരം കൊത്തിവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പുറത്തു നിന്ന് നമ്മൾ പുണ്യാഹമൊക്കെ വാങ്ങി പ്രസാദമൊക്കെ വാങ്ങി പുറത്തേക്ക് വരികയാണ്. പുറത്ത് ശ്രീകൃഷ്ണസ്വാമിയുടെ പ്രവേശന കവാടത്തിലെ ആ ഡോറിൽ ദശാവതാരം വീണ്ടും കൊത്തിവെച്ചിട്ടുണ്ട്. പുറത്തിറങ്ങിയാൽ നേരെ നമുക്ക് ഗണപതിയെ കാണാൻ പറ്റും. ഗണപതി തൊട്ട് അടുത്ത സൈഡിലായിട്ട് ശ്രീകൃഷ്ണ വിഗ്രഹവും കൊത്തിവെച്ചിട്ടുണ്ട്. ചേലാമറ്റത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പിതൃതർപ്പണത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് വാമനമൂർത്തിയെ കൂടി സന്ദർശിച്ചിട്ട് പോകണമെന്നാണ് പറയപ്പെടുന്നത്. വാമനമൂർത്തി ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. ഞങ്ങൾ വാമനമൂർത്തി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. വാമനമൂർത്തി ക്ഷേത്ര വിഗ്രഹം എന്ന് പറയുന്നത് തോട്ടാമറ്റം നമ്പൂതിരി അദ്ദേഹം ആരാധിച്ചിരുന്ന മൂർത്തിയായിരുന്നു വാമനമൂർത്തി. അദ്ദേഹം അത് ക്ഷേത്രത്തിനായി ഈ ക്ഷേത്ര സമുച്ചയത്തിനായിട്ട് സമർപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് നാഴിയും ഉരിയും എന്ന് പറയുന്ന ഒരു വഴിപാടാണ്. അത് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വഴിപാടാണ്. മനസ്സിൽ തട്ടി ഈ പാദത്തിൽ നമസ്കരിച്ച ഈ വഴിപാട് നേർന്നു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ആഗ്രഹ സാഫല്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ വഴിപാട് നടത്തണമെന്നും ഒരു ചൊല്ലുണ്ട്. ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ഒരു ഗോശാലയുണ്ട്. അടഞ്ഞു കിടക്കുകയാണ്, പക്ഷേ ഗോക്കളെയൊക്കെ കാണാം. ഗോശാലയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. ചേലാമറ്റം ക്ഷേത്രത്തിൻ്റെയും ആണ്ടുബലിയുടെയും ഒക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മടിക്കാതിരിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെ ഈ നിഴലുകൾക്കൊപ്പം ഞങ്ങൾ യാത്ര തുടരുന്നു. എല്ലാവർക്കും നന്ദി.